പരിപാടി. ആകാശവാണി കവരത്തിയുടെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിത ചിന്തകൾ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ള അതിഥി ഫിഷറീസ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരുന്ന കടമത്ത് ദ്വീപ് സ്വദേശി ശ്രീ ജബ്ബാർ. അദ്ദേഹം മത്സ്യബന്ധനത്തിലും മത്സ്യകൃഷിയിലും സംരംഭ മാതൃകകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനെക്കുറിച്ച് ഡയറക്ടറേറ്റ് ഓഫ് ഫിഷറീസ് കവരത്തിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ പലർക്കും അത് എങ്ങനെയാണ് അത് ലഭിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നതില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് പറയാം. അതായത് നമുക്കറിയാം, നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് ഇന്ത്യയിലെ മത്സ്യമേഖലയെ ശക്തിപ്പെടുത്തുകയും തൊഴിലവസരങ്ങളും വരുമാനവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന കേന്ദ്ര സ്ഥാപനമാണ്. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് താഴെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ കീഴിൽ താഴെ പറയുന്ന പദ്ധതിയിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കും അപേക്ഷിക്കാവുന്നതാണ്. മത്സ്യബന്ധനത്തിലും മത്സ്യകൃഷിയിലും സംരംഭക മാതൃകകൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2020 മെയ്യിൽ ഇന്ത്യ സർക്കാർ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന PMMSY ആരംഭിച്ചു. 5 വർഷത്തേക്കായി ഏകദേശം 250 കോടി നിക്ഷേപത്തോടെ ഈ പദ്ധതി നടപ്പാക്കുന്നു. ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് താഴെ പറയുന്ന കാര്യങ്ങളാണ്. ഒന്നാമതായി, മത്സ്യ ഉൽപ്പാദന വർധന. മത്സ്യത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഗുണമേന്മ മെച്ചപ്പെടുത്തൽ. പിടിച്ച മത്സ്യത്തിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുക. അതേപോലെ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം. ഇതിൽ പോസ്റ്റ് ഹാർവസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളവെടുപ്പിന് ശേഷമുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ നഷ്ടം കുറയ്ക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള സംവിധാനങ്ങളാണ് പോസ്റ്റ് ഹാർവസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം, കോൾഡ് സ്റ്റോറേജ്, പാക്കിംഗ് യൂണിറ്റുകൾ, സംസ്കരണ കേന്ദ്രങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അതേപോലെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, യുവാക്കളെയും സ്ത്രീകളെയും സംരംഭക ശേഷി ശക്തിപ്പെടുത്തുക എന്നതും പ്രധാന ലക്ഷ്യമാണ്. സംരംഭക മാതൃകകളുടെ ആവശ്യകത താഴെപ്പറയും വിധമാണ്. നമുക്കറിയാം, മത്സ്യമേഖല ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മത്സ്യ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാങ്കേതിക പരിജ്ഞാനക്കുറവ് മൂലം വലിയ സ്കിൽ ഗ്യാപ്പ് ഇതിൽ ഉണ്ട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സംരംഭകരെ ആവശ്യമുണ്ട്. ആയതിനാലാണ് ഈ സ്കീമുകൾ നടപ്പിലാക്കുന്നത്. ഇതിൽ സംരംഭക മാതൃകകളിൽ നൂതന സാങ്കേതിക വിദ്യ എത്തിക്കുകയും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും അതേപോലെ വിപണി വികസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കും. ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള വികസനം, മത്സ്യമേഖലയിലെ സംരംഭകർ വികസിപ്പിക്കൽ. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ താഴെപ്പറയും വിഭാഗമാണ്. മത്സ്യമേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുക, ഉൽപ്പാദനവും ലാഭവും വർദ്ധിപ്പിക്കുക, വിപണി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, അതേപോലെ യുവാക്കളുടെയും സ്ത്രീകളുടെയും അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കുക, പുതിയ വിപണികൾ കണ്ടെത്തുക. ഇതിൽ അർഹരായവർ ആരൊക്കെയാണെന്ന് നോക്കാം. മത്സ്യത്തൊഴിലാളികളും മത്സ്യകർഷകർക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളും സ്വയം സഹായ സംഘങ്ങൾ, കോഓപ്പറേറ്റീവ്സ്, അതേപോലെ ഫിഷറീസ് ഫെഡറേഷൻസ് എന്നിവർക്കും
ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായോ അല്ലെങ്കിൽ കുറഞ്ഞത് 10 വർഷം ലീസ് ചെയ്ത ഭൂമിയോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 10 വർഷം ലീസിൽ എടുത്ത ഭൂമിയാണെങ്കിൽ 10 വർഷത്തേക്ക് ആ ഭൂമി വിൽക്കാൻ പാടുള്ളതല്ല. അതേപോലെ ഈ ഭൂമികൾക്ക് സർക്കാർ അനുമതികൾ ഉണ്ടായിരിക്കണം. ഇതിൽ അപേക്ഷിക്കുന്നവർക്ക് മറ്റൊരു പദ്ധതിയിൽ ഇതേ സബ്സിഡി ലഭിച്ചവരായിരിക്കരുത്. ഇതിൻ്റെ സാമ്പത്തിക വിന്യാസം എന്ന് പറയുന്നത് സെൻട്രൽ സെക്ടർ സ്കീം ഷെയർ എന്ന് പറയുന്നത് 100 കോടി 5 വർഷത്തേക്കാണ്. ഇതിൽ സാമ്പത്തിക സഹായം നൽകുന്നത് ജനറൽ വിഭാഗത്തിന് 25%, അതായത് 1,25,00,000 വരെ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് പദ്ധതി രേഖ സമർപ്പിക്കാം. ജനറൽ വിഭാഗത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് 25% വരെ എമൗണ്ട് അതിൻ്റെ സബ്സിഡി ലഭിക്കും. അത് SC/ST സ്ത്രീകളാണെങ്കിൽ 30% വരെ അവർക്ക് ഇതിൻ്റെ ഫണ്ട് ലഭിക്കുന്നു. അതായത് അവർക്ക് 1,50,00,000 രൂപ വരെയുള്ള പദ്ധതികൾ സമർപ്പിക്കാവുന്നതാണ്. അതിൻ്റെ 30% ഫണ്ടിങ് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് നൽകുന്നതായിരിക്കും. നമുക്ക് ഈ ഗുണഭോക്താവിന് വെറും 10% മാത്രം ആ പദ്ധതിയിൽ നിക്ഷേപിച്ചാൽ മതിയാവുന്നതാണ്. ഇതിൽ ജനറൽ വിഭാഗത്തിന് 65% ബാങ്ക് ലോണും നൽകുന്നതാണ്. അതേപോലെ SC/ST സ്ത്രീകൾക്ക് 60% ബാങ്ക് ലോണും ലഭിക്കുന്നതാണ്. സർക്കാർ സഹായ വിതരണം 3 ഘട്ടങ്ങളിലായിട്ട് നടത്തപ്പെടുന്നതാണ്. 1-ാം ഘട്ടം 20%, 2-ാം ഘട്ട പുരോഗതിയിൽ 70%, 3-ാം ഘട്ട പുരോഗതി പൂർത്തീകരണത്തിൽ 10% ഫണ്ടിങ് നൽകുന്നതാണ്. ഇത് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡാണ് നടപ്പിലാക്കുന്നത്. നടപ്പാക്കുന്ന രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റ് പ്രപ്പോസൽ, അതായത് പദ്ധതി രേഖ DPR ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം. അതിൻ്റെ പരിശോധനയും അംഗീകാരവും ഉണ്ടാവും. അത് പരിശോധിച്ച് അംഗീകരിച്ചു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ അതിൻ്റെ പദ്ധതിയുടെ ആരംഭിക്കണം. ഇത് നമുക്ക് മറ്റ് സർക്കാർ പദ്ധതികളുമായിട്ട് യോജിപ്പിച്ച് നടത്താവുന്നതാണ്. ഇതിൽ സ്റ്റാർട്ടപ്പുകൾക്കും ഇൻക്യുബേറ്ററുകൾക്കും പ്രോത്സാഹനം നൽകുന്നു. അതേപോലെ ഫിഷറീസ് ഇൻക്യുബേഷൻ സെൻറ്റർ, ടെക്നോളജി അടിസ്ഥാനത്തിലുള്ള സംരംഭകർക്കും ഇതിൻ്റെ ഫലം ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് അക്വാകൾച്ചർ വികസനം, ഇൻ്റഗ്രേറ്റഡ് ഫിഷ് ഫാം, ഹാച്ചറി, ഫീഡ് മിൽ, കോൾഡ് സ്റ്റോറേജ്, ഫിഷ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, പൊതുവായ നിർദ്ദേശങ്ങൾ, അതായത് കേജ് കൾച്ചർ, സീവീഡ് ഫാമിംഗ്, ഓർണമെൻ്റൽ ഫിഷറീസ്, കോൾഡ് ചെയിൻ മാർക്കറ്റിംഗ്, റിക്രിയേഷണൽ ഫിഷറീസ് എന്നിവയിലും ഈ പദ്ധതിക്ക് ധനസഹായം നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കൂടുതൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൃത്യമായ പ്രൊജക്റ്റ് റിപ്പോർട്ടും അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്ത് നമുക്കത് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവരുടെ അപ്രൂവലോടുകൂടി ഈ പദ്ധതി നമുക്ക് ലക്ഷദ്വീപിലും നടപ്പിലാക്കാവുന്നതാണ്. ഇന്ന് ഈ പരിപാടിയിൽ മത്സ്യബന്ധനത്തിലും മത്സ്യകൃഷിയിലും സംരംഭ മാതൃകകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മോട് പങ്കുവച്ചത് കവരത്തി ദ്വീപിൽ ഫിഷറീസ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരുന്ന കടമത്ത് ദ്വീപ് സ്വദേശി ശ്രീ ജബ്ബാർ. ഹരിത ചിന്തകൾ. പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീളാസുറാമ്പി. നന്ദി, നമസ്കാരം.